എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് വിജയിക്കണം എന്നുള്ളതാണ്, അല്ലേ? നിലവിലുള്ള ജീവിത സാഹചര്യത്തെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. എന്നാൽ പലപ്പോഴും ജീവിതത്തിലെ ആ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പല ആളുകൾക്കും കഴിയാതെ പോകാറുണ്ട്. ഒരാളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയമെന്ന് ശരിക്കും ഒരാൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ട്, എങ്ങനെയാണ് അത് സ്വന്തമാക്കുക എന്ന കൃത്യമായ ബോധവും നമുക്കുണ്ടായിരിക്കണം. ശരിക്കും എന്താണ് ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത്? സന്തോഷത്തോടെ ഒരാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം, അല്ലേ? ഒരാളുടെ സന്തോഷമാണ് പ്രധാനം. ആ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയായിരിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ എക്സ്പ്ലനേഷനോ ഡെഫിനിഷനോ ഒന്നും ആവശ്യമില്ല. എന്നാൽ എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ലോകത്തിലെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും, അതായത് ഈ പ്രകൃതിദത്തമായ കാര്യങ്ങളാണെങ്കിലും മനുഷ്യൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണെങ്കിലും ഇതിനെല്ലാം ഒരു ചേരുവകളുണ്ട്, അല്ലേ? അതിൻ്റേതായിട്ടുള്ള ചില ചേരുവകൾ കാണാൻ പറ്റും. ഒരു മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ്. അതുപോലെ ഈ പ്രകൃതിയിലെ ഏതൊരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില ചേരുവകളുണ്ട്. ഇനി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നോക്കിയേ, ഓരോ ഭക്ഷണത്തിനും അതിൻ്റേതായിട്ടുള്ള ചില ചേരുവകളുണ്ട്, അല്ലേ? നമ്മൾ കണ്ടെത്തുന്ന എല്ലാത്തിനും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ചില ചേരുവകൾ കൃത്യമായ രീതിയിൽ ചേരുമ്പോഴാണ് അത് വൃത്തിയായിട്ട് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നതും. ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിജയങ്ങൾക്കും കൃത്യമായ ചില ചേരുവകളുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ്, 3 ചേരുവകളെക്കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളും ഒരേ സമയത്ത് ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയം നേടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരേ സമയം കൂടിച്ചേരേണ്ടതുണ്ട്. അതിൽ ഒന്നാമത് പറയാനുള്ളത് പണം തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. രണ്ടാമത് ആരോഗ്യമാണ്. മൂന്നാമത് മനസ്സമാധാനമാണ്. അതായത് പണവും ആരോഗ്യവും മനസ്സമാധാനവും കൂടിച്ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സക്സസ് ആവുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളെയും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനാവില്ല. ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ ആരോഗ്യമില്ല, മനസ്സമാധാനമില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാനാവുക? ഇനി ആരോഗ്യമുണ്ട്, മനസ്സമാധാനമുണ്ട്, പണമില്ല എന്നിരിക്കെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും, അല്ലേ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കയറി വരുമ്പോൾ പണമില്ലാത്ത അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇനി പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല എന്നിരിക്കെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷിക്കാനാവുക? അതാണ് പറഞ്ഞത്, ഈ 3 കാര്യങ്ങളും എപ്പോഴൊക്കെയാണോ ജീവിതത്തിൽ ഒന്നിച്ചു വരുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റിയിട്ട് ഏതൊരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാലും തീർച്ചയായിട്ടും അയാൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, രൂപപ്പെടുത്തിയെടുക്കേണ്ടത്, വളർത്തിയെടുക്കേണ്ടത് എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ എത്ര പണം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് അത് നമ്മുടെ മനസ്സിൻ്റെ താല്പര്യങ്ങളാണ്, നമ്മുടെ മനസ്സിൻ്റെ ചോയ്സാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു ഹോബി പോലെ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി സൂക്ഷിക്കുന്ന, സേവ് ചെയ്യുന്ന, ലോകത്തിൽ ഏറ്റവും വലിയ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും താല്പര്യമാണ്, ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടം പോലെ അവർ പണം ഉണ്ടാക്കി എന്ന് കരുതി അവരൊക്കെ എവിടെയും കൊണ്ടുപോകാനൊന്നും പറ്റില്ല, അല്ലേ? ജീവിതം അവസാനിക്കുന്നിടത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പക്ഷെ അത് അവരുടെ താല്പര്യമാണ്. അതിലൂടെ അവർ ജീവിതം ആസ്വദിക്കുന്നുണ്ടാവാം, ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കുന്നുണ്ടാവാം. അതൊക്കെ അവരുടെ ചോയ്സാണ്. നമുക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം.
ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഭദ്രതയും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി, സുരക്ഷിതത്വം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പണം ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഈ ലോകം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മളത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യമെന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള വ്യായാമവും നല്ല ഭക്ഷണശീലവും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അതിന് എത്രമാത്രം നമ്മൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പല ജീവിത ശൈലി രോഗങ്ങളും അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളും നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ആരോഗ്യം വേണമെന്ന് ആഗ്രഹിച്ച് നമ്മളതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ടേസ്റ്റ് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മൾ. മറിച്ച് നമ്മുടെ ശരീരത്തിന് അത് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്ന് ചിന്തിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഇതൊക്കെ സ്വയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണമായി കഴിഞ്ഞാലും ആരോഗ്യമായാലും നമുക്ക് ഉണ്ടാക്കാം. ഇനി പറയാനുള്ളത് മനസ്സമാധാനമാണ്. നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതിലപ്പുറം വ്യക്തിബന്ധങ്ങളിലും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെയുള്ള ചില പ്രശ്നങ്ങളാണ് നമ്മളെ വലിയ അസ്വസ്ഥതയിലേക്കൊക്കെ തള്ളിയിടുന്ന കാരണങ്ങളായിട്ട്, പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് മാറുന്നത്. ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങളുടെയൊക്കെ പേരിലാണ് ബന്ധങ്ങളൊക്കെ വഷളായി പോകാറുള്ളത്. നമ്മൾ അതിനോടുള്ള സമീപന രീതിയുടെ പ്രശ്നം കൂടിയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മറ്റ് കാര്യങ്ങളെയും ഒക്കെ നമ്മൾ എന്ത് വേണം, വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മാനസികമായ അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പണം ഉണ്ടാക്കുക എന്നതാണെങ്കിലും ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണെങ്കിലും മനസ്സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഈ 3 കാര്യങ്ങളും നേടിയെടുക്കുന്നതോടെയാണ് ഒരാൾ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലുള്ള ജീവിത വിജയം പലപ്പോഴും മറ്റെന്തൊക്കെയോ കാര്യങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെയല്ല, അവനവൻ ആവശ്യമുള്ള രീതിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുമ്പോഴും അവനവൻ്റെ ആരോഗ്യം നിലനിർത്തുമ്പോഴും മനസ്സമാധാനം കണ്ടെത്തുന്നതിലൂടെയുമാണ്. ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ ഒരേ സമയം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവിതത്തെ സന്തോഷത്തോടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ജീവിത വിജയത്തെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് കുറേ തെറ്റായ ധാരണകളുണ്ട്, മിഥ്യാധാരണകളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി യഥാർത്ഥ ജീവിതത്തിൻ്റെ വിജയം എന്താണെന്നും സന്തോഷം എന്താണെന്നും തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുള്ള ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.